മാധ്യമപ്രവർത്തകൻ PM ഷബീർ കൂടി ചേരുന്നു. ഷബീർ, എന്താണ് സംഭവിച്ചതെന്നാണ് ഷബീറിന് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, ഒരു 11 മണിയോടുകൂടിയാണ് ഈ പറയുന്ന പ്രധാനമായിട്ടും രണ്ട് മേഖലകൾ. ഈ രണ്ട് മേഖലകളും ഈ മലയോരങ്ങളാണ്, പ്രത്യേകിച്ച് വലിയ മലമ്പ്രദേശങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നേരത്തെ നമ്മൾ കണ്ട വെള്ളരിമലയൊക്കെ പോലെയുള്ള അമ്പുകുത്തിമല, അതുപോലെ തന്നെ ഈ പൊഴുതനയിലാണെങ്കിൽ സേട്ടുകുന്ന മല, ഈ പൊഴുതന ഭാഗത്ത് ഇപ്പോ ഈ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മമ്മി സൂചിപ്പിച്ച പോലെ അവിടെ നിരന്തരമായി ഈ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഈ അമ്പൂത്തിമല നമുക്കറിയാം നെന്മേനി പഞ്ചായത്തിലാണ്, എന്റെ പഞ്ചായത്ത് കൂടിയാണ്. ഇവിടെ 1500 മീറ്റർ അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഈ മല നിൽക്കുന്നത്. എടക്കൽ ഗുഹ നമുക്കറിയാം, നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് എടക്കൽ ഗുഹയുടെ മുകൾ ഭാഗത്തുള്ള വലിയ അമ്പൂത്തിമല എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളത് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ അമ്പൂത്തിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിനെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ മേപ്പാടിയിലോ കണ്ട പോലെ, മുണ്ടക്കയിലോ കണ്ട പോലെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അതിന്റെ മലയടിവാരത്തുള്ള എടക്കൽ മേഖല, പാടിപ്പറമ്പ്, അതുപോലെ തന്നെ അമ്പലവയൽ RARS ചേർന്ന്, അമ്പലവയൽ പൂപ്പുലിയൊക്കെ നടക്കുന്ന സർക്കാരിന്റെ ഒരു ഗവേഷണ കേന്ദ്രമാണ് RARS. ആ RARS ചേർന്നുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഒരു 11 മണിയോടുകൂടി ഇടിവെട്ടുന്ന പോലെയുള്ള വലിയ, ഞാനൊന്ന് തിരുത്തിയാണ്, ഉരുൾപൊട്ടലല്ല പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ക്ഷമിക്കണം. ഈ ഭൂകമ്പം ഉണ്ടായപ്പോ ഒരു ഇടിവെട്ടുന്ന ശബ്ദം എന്നാണ് അവർ പറഞ്ഞത്. ഇടിവെട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ എല്ലാവരും ആദ്യം കരുതിയത് വലിയ ഇടിവെട്ടുകയാണെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ പിന്നീടാണ് ബോധ്യമായത് ഒരു ഭൂകമ്പമാണ്, അല്ലെങ്കിൽ ഒരു ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അതിൽ ചില ഭാഗങ്ങളിലൊക്കെയുള്ള വീടുകളുടെ ഗ്ലാസുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. വീടുകളുടെ കുളത്തുകളൊക്കെ, ഹുക്ക്, അതുപോലെ ഇഞ്ചസ് എല്ലാം ഇളകി വീഴുന്ന ഒരവസ്ഥയുണ്ടായി. അതുപോലെ ഗ്ലാസുകളൊക്കെ പൊട്ടി പാത്രങ്ങളൊക്കെ താഴെ വീണു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആ പ്രദേശത്തുള്ള സ്കൂളുകളൊക്കെ അവധി കൊടുത്ത് കുട്ടികളൊക്കെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർ, ഈ എടക്കൽ ഭാഗത്ത് ഇപ്പൊ റവന്യൂ ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം. അവരിപ്പോ വന്ന് ആളുകളോടൊക്കെ മറ്റേതെങ്കിലും വീടുകളിലേക്ക് മാറാനുണ്ടെങ്കിൽ മാറിപ്പോകണം, ആ തരത്തിലാണ് പറയുന്നത്. നിർബന്ധപൂർവ്വം ആരെയും മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും വീടുകളിലേക്ക് നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി താമസിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം നെന്മേനി പഞ്ചായത്തിന്റെ എടക്കൽ മേഖലകളിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പൊഴുതന നേരത്തെ മമ്മി പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയും ആളുകളെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയും നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കേട്ടിട്ടില്ല, പൊഴുതനയിൽ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നപ്പോ അവിടെ ആളുകൾ അങ്ങനെ കേട്ടു എന്ന് പറയുന്നു എന്നാണ്. അപ്പോ പൊഴുതന സേട്ടുകുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഭൂചലനം ഉണ്ടായതായി ആളുകൾ പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. ഉരുൾപൊട്ടലിൽ കുറെ ആളുകളൊക്കെ മരണപ്പെട്ട, വീടുകളൊക്കെ നഷ്ടപ്പെട്ട, എനിക്ക് തോന്നുന്നു. ഷബീറിലേക്ക് വരാം. ഇപ്പോൾ